അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷാമിൽ കുഞ്ഞു പെങ്ങന്മാരെയും കൊണ്ട് അതാ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ അരികിലേക്ക്. ഇക്കാക്ക എത്താനായോ? അതാ മക്കളെ, ആ കാണുന്നതാണ് നമ്മുടെ ഉപ്പയുടെ വീട് ട്ടോ. ഉപ്പയുടെ വീട് വലുതാണല്ലോ ഇക്കാക്ക. അതെ, വലുതാണ്. നമ്മുടെ ഉപ്പ വലിയ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. നമ്മളെക്കാളും വലിയ വീടാണല്ലേ? അതെ, വലിയ വീട്ടിലാണ് നമ്മളുപ്പ. പാവം, നമ്മളുപ്പ ഒറ്റക്കല്ലേ? ഒറ്റക്കല്ല മോളെ, ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയല്ല, ഹോസ്പിറ്റൽ ഗേറ്റ് കടന്ന് അവർ അകത്തെത്തി. നേരെ അതാ വണ്ടി പാർക്ക് ചെയ്ത്. അല്ല മക്കളെ, ഉപ്പാക്ക് നമ്മൾ വാങ്ങിയ ആ പലഹാരങ്ങളൊക്കെ മതിയോ? ഉപ്പാൻ്റെ കുറേ ഫ്രണ്ട്സ് അവിടെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ കൊടുക്കാൻ. അത് മതി. അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് ഷാമിൽ. ഓ, ഇവിടെ ഒരു ഗൾഫ് ബസാർ പോലത്തെ ഒരു ബസാർ തന്നെയുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് എന്തും വാങ്ങാലോ. അപ്പം അവർക്ക് സന്തോഷമായി. അങ്ങനെ അത് അതിനുള്ളിൽ കയറി കുറച്ച് ഹെൽത്തി ഫുഡും കാര്യങ്ങളും എല്ലാം വാങ്ങി. കുറച്ചധികം ബദാം, പിസ്ത, ഈത്തപ്പഴം, അതുപോലെ തന്നെ ക്യാഷ്നട്ട്, അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കുറച്ചധികം വാങ്ങി. പിന്നെ കുറച്ച് ചോക്ലേറ്റും വാങ്ങി. അത് ഉപ്പയുടെ ഒരു സന്തോഷമാണ്. ഇടയ്ക്കൊക്കെ ഷാമിൽ ഉപ്പാക്ക് ചോക്ലേറ്റ് കൊടുത്തയക്കാറുണ്ടായിരുന്നു. ഉപ്പാക്ക് അത് ഇഷ്ടമാണ്, ഇടയ്ക്കൊക്കെ ഒന്ന് നുണയാൻ. ആ, എൻ്റെ ഉപ്പയല്ലേ, പൊന്നു പോലെ നോക്കണമല്ലോ. ഉപ്പാക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി. അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും അതും വാങ്ങിയിരുന്നു. നേരെ അതാ ആ മക്കൾ ഷാമിലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ശരിക്കും ആ കുഞ്ഞുങ്ങളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവിടെയുള്ള ആ ഒരു ഗാർഡനും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിരുന്നത്. ഇക്കാക്ക, എന്ത് രസാലേ ഇവിടെ, എത്ര നല്ല നല്ല പൂക്കളും ചെടികളുമാണ്. അതേ മക്കളെ, ഇവിടെ എത്തുമ്പോൾ നമ്മളങ്ങ് മാറും. ഒരു ഹോസ്പിറ്റലല്ല ഇത്. ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെതായ ഒരു ഇതല്ല, പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ നമുക്ക് എൻജോയ്മെൻ്റ് ആണ്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ ഒരു സിസ്റ്റർ ഉപ്പയെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് ആ ഒരു പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഷാമിൽ കണ്ടത്. മക്കളെ, അങ്ങോട്ട് നോക്കിക്കേ, അതാരാ? അല്ലാ, ഉപ്പച്ചി എന്ന് പറഞ്ഞ് ആ മക്കൾ ഓടി ചെന്ന് നേരെ ഉപ്പയുടെ കൈകളിൽ പിടിച്ചു. ഉപ്പാ, ഉപ്പാ. എൻ്റെ മക്കളോ? പഠിച്ചോനെ, എൻ്റെ മക്കൾ എങ്ങനെ ഇവിടെ എത്തി? ഉപ്പ രണ്ട് കൈകൾ കൊണ്ടു തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിച്ച് അവർ ചുംബിച്ചു. അത് കണ്ട സിസ്റ്റർ പറഞ്ഞു, ആ, നല്ല മക്കളാണ് കേട്ടോ. ഉപ്പയെ കാണാൻ വന്നിട്ടുണ്ടോ? എങ്ങനെ മക്കളെ, പന കുട്ടി എവിടെ ഇക്കാക്ക? എന്നാൽ ഷാമിലത പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു വരുന്നു. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ആ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉപ്പാ, ആ പൊന്നു മോനെ, ഞാൻ കരുതി പെട്ടെന്ന് വരുമെന്ന് കൈ പിടിച്ചപ്പോഴേ. സിസ്റ്ററെ, ഇതിൻ്റെ മക്കളാണ്, എൻ്റെ 3 മക്കൾ. എനിക്ക് 4 മക്കളാണ്. ഇവർക്കൊരു ഇത്താത്ത കൂടിയുണ്ട്. ആഹാ, അന്ന് വന്നിരുന്നല്ലോ. ആ, അതെ, ഈ മക്കൾ സിസ്റ്റർ കണ്ടിട്ടില്ലല്ലോ. ഉപ്പ, നിങ്ങൾക്ക് ഇത്ര ചെറിയ മക്കളൊക്കെ ഉണ്ടോ? ആ, അതെ, മക്കളൊക്കെ ഉണ്ട്. ആ, എന്തായാലും ഉപ്പയുടെ ഭാഗ്യം. ഏതായാലും ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടല്ലോ അല്ലേ? മക്കൾ കാണാൻ വന്നതാ. ഉപ്പയുടെ കൈകളിൽ അതാ ആ സ്വീറ്റ്സിൻ്റെ പൊതികളും എല്ലാം ഏൽപ്പിക്കുന്നു. എന്നാൽ സിസ്റ്റർ അത് വാങ്ങിയിട്ട് പറഞ്ഞു, മക്കളെ, അത് ഞാൻ പിടിച്ചോളാം കേട്ടോ. സിസ്റ്റർ പിടിച്ചോളാം. പിന്നെ ഉപ്പാക്ക് എല്ലാം എടുത്ത് കൊടുത്താലോ കേട്ടോ. ഉപ്പ ഹാപ്പിയാണ് കേട്ടോ. ഇവിടെ കണ്ടില്ല, ഇപ്പോൾ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുവന്നതാ. രാവിലെ ഈ ഒരു ഇളം വെയിലും അതുപോലെ വൈകുന്നേരത്തെ ആ ഒരു ഇളം വെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ടൊക്കെ ഗാർഡനിലേക്ക് കൊണ്ടുവരും. എന്നാൽ പിന്നെ വീൽ ചെയറിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയില്ലേ. നിങ്ങൾ ഉപ്പാക്ക് ചെടിനോട് പൂക്കളോട് വലിയ ഇഷ്ടമാണ്. ഞാൻ ചോദിക്കും, ഇത് ഏത് പൂവാണ്, ഇത് ഏത് ചെടിയാന്നൊക്കെ. എല്ലാം പറഞ്ഞു തരും കേട്ടോ. എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം കണ്ടപ്പോഴേ ആകപ്പാടെ ഞാൻ വിചാരിച്ചിരുന്നു ഉപ്പാക്ക് പെട്ടെന്നൊന്നും ഒരു ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന്. കാരണം 8 മാസം ഒരു റൂമിൽ കിടന്നു എന്നാണ് പറഞ്ഞത്. ഉപ്പാക്ക് നല്ല മെമ്മറി പവറാണ്, എല്ലാത്തിനും നല്ല കഴിവുണ്ട്. കണ്ടില്ല, ഓരോ പൂക്കളെക്കുറിച്ചും നിറങ്ങളെക്കുറിച്ചും ചോദിക്കുമ്പോഴും ഒക്കെ നല്ല രീതിയിൽ ആൻസറൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് കേട്ടോ. ശരിക്കും ഷാമിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. അതെ, എൻ്റെ ഉപ്പാക്ക് ഇതിനേക്കാളും വലിയൊരിടം വേറെയില്ല. ആ ഇരുട്ടറയിൽ കിടന്ന് എളാമയുടെ ചീത്തയും വഴക്കും കേട്ട് കഴിഞ്ഞിരുന്ന എൻ്റെ ഉപ്പ ഇവിടെ എത്തിപ്പെട്ടത് അത് മുത്തുവാണ് ഇതിൻ്റെ കാരണക്കാരൻ. മുത്തുവാണ് ഈ ഒരു പ്ലേസ് എനിക്ക് പറഞ്ഞു തന്നത്. മുത്തു വല്ലാത്തൊരു കുറച്ചധികം ക്യാഷ് ആവുമെന്ന് പറഞ്ഞു. അത് സാരല്ല, എത്ര വേണമെങ്കിലും ക്യാഷ് ഉണ്ടാക്കിയാൽ ഉണ്ടാവും. പക്ഷേ ഉമ്മ ബാപ്പമാർ അതൊരിക്കലും പൈസ കൊടുത്താൽ നമുക്ക് കിട്ടൂല, ഒരിക്കലും ഇവിടുന്ന് വാങ്ങാനും കിട്ടൂല. അവരുള്ള കാലം നല്ല രീതിയിൽ സംരക്ഷിക്കുക തന്നെ വേണം.
അവരെ മനസ്സ് വേദനിപ്പിക്കാതെ പോറ്റുക തന്നെ വേണം. നമ്മൾ ചെറുപ്പത്തിൽ പോറ്റി വളർത്തി ഉണ്ടാക്കിയ മാതാപിതാക്കളെ പ്രായമായാൽ നമ്മളും അതുപോലെ തന്നെ കെയർ ചെയ്യണം. അവർക്കൊരു വിഷമം വരാൻ പാടില്ല. എൻ്റെ മോൻ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഷാമിൽ ആ നിമിഷം അതോർത്തു. അതെ, ഒരു ഉസ്താദ് പറഞ്ഞ ആ ഒരു ചരിത്രം. അതെ, മകനെ നല്ല രീതിയിൽ പോറ്റി വളർത്തി ഗൾഫിലേക്ക് പറഞ്ഞയച്ചു, നല്ല രീതിയിൽ പഠിപ്പിച്ചു, ഗൾഫിലേക്ക് പറഞ്ഞയച്ചു, നല്ല ഉന്നത ജോലിയും കാര്യങ്ങളും ക്യാഷുമായി. മകനെ കാത്തിരുന്നു കല്യാണത്തിന് വേണ്ടി. കല്യാണം കഴിഞ്ഞ് മകൻ ഭാര്യയുടെ കൂടെ സന്തോഷത്തോടു കൂടെ. അത് ആ പാവപ്പെട്ട ഉമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിതാവ് മരണപ്പെട്ടു പോയിരുന്നു. ഉപ്പ മകനെ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കി. പക്ഷേ ഉപ്പാക്ക് ഭാഗ്യമുണ്ടായില്ല അതൊന്നും അനുഭവിക്കാനുള്ള. അപ്പോഴേക്കും ഉപ്പ പോയി, ഉമ്മ മാത്രം. എന്നാൽ ഈ മരുമകളെയും കൊണ്ട് ഗൾഫിലേക്ക് പോവാണ്. അവൾ പറയുന്നത് ഞാനിവിടെ നിൽക്കൂല എന്നാണ്, ഗൾഫിലേക്ക് കൊണ്ടുപോകണം. അവസാനം ഉമ്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ പോയിക്കോളി, എന്നാൽ ഇനിയിപ്പോൾ ഓളെ ഇഷ്ടം പോലെ. അപ്പോൾ ഉമ്മ നിങ്ങളൊറ്റയ്ക്ക്, അത് സാരല്ല മോനെ, ഇവിടെ അയൽവക്കക്കാരൊക്കെ ഉണ്ടല്ലോ, ഉമ്മക്ക് പേടില്ല, പോയിക്കോട്ടെ. അങ്ങനെ അതാ അവളെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. വൈകാതെ അവൾ ഗർഭിണിയാകുകയും ചെയ്തു. കുറച്ച് ദിവസത്തിന് ശേഷം അവർ തിരിച്ചെത്തി. പ്രസവം കഴിഞ്ഞ് വീണ്ടും പോയി ഉമ്മയുടെ അരികിൽ നിൽക്കുകയോ പേരക്കുട്ടിയെ ഒന്ന് കൊഞ്ചിക്കാൻ ഒരു ചാൻസ് കൊടുക്കുകയോ ചെയ്തില്ല. അതെ, എന്നും അവർ ഗൾഫിൽ തന്നെ. വല്ലാത്ത വിഷമായി, വല്ലാത്ത വേദനയായി, പ്രയാസമായി. എന്നാൽ 2-3 മക്കൾ വൈകാതെ തന്നെ അവർക്കുണ്ടായി. അവർ ഉമ്മയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട്, എന്ന് വെച്ചാൽ കുറച്ചപ്പുറത്ത്, നേരിൽ കാണണ്ട ഉമ്മയുടെ ആ ചെറ്റക്കുടിലും വീടൊന്നും കാണണ്ട, നമുക്ക് വേറെ സ്ഥലം വാങ്ങി വലിയ വീട് വെക്കാം. ഭാര്യയുടെ നിർബന്ധത്തിന് അപ്പോഴും അവൻ അതിനെ വൈകാതെ തന്നെ സപ്പോർട്ട് ചെയ്തു. വലിയ വീടും വലിയ പറമ്പും കാറും എല്ലാം. അവൻ്റെ 2-3 മക്കളും സുഖമായി ജീവിക്കുന്ന നല്ലൊരു വീടും എല്ലാം സെറ്റാക്കി പോയി. ആവശ്യമുള്ളതെല്ലാം സമ്പാദിച്ച് അവൻ നാട്ടിലും ഷോപ്പും കാര്യങ്ങളും എല്ലാം ഇട്ട് ഇവിടെ സെറ്റിൽഡായി. പാവം ഉമ്മ മാത്രം ആ ചെറിയ പഴയ വീട്ടിൽ. പലവട്ടം മകൻ ചോദിച്ചു അവളോട്, ഉമ്മയെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടാം. എന്നിട്ട് വേണം ഉമ്മ അവിടെ തുപ്പാനും ഇവിടെ മൂത്രയിക്കാനും. ഉമ്മക്കിപ്പോൾ അത്ര പ്രായമായില്ലേ, ഇനിയിപ്പോൾ അതിനത് ആ വീടിനെ നല്ലത്, അല്ലാതെ പുതിയ വീട്ടിലേക്കൊന്നും അതിനെ കൊണ്ടുവരണ്ട, ഇവിടെ ആകെ ഇരപ്പാക്കാൻ. എന്നാലും മകൻ പറയുമായിരുന്നു, എൻ്റെ ഉമ്മല്ലേടി, ഞങ്ങൾ ആ പട്ടിണിയിൽ നിന്ന് വളർന്നു തന്നെയല്ലേ, പിന്നെ എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ച് വലുതാക്കി ഇത്ര വലിയ ജോലിയും കാര്യങ്ങളൊക്കെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള വീടും കാര്യം നല്ലത്. ഉമ്മാക്ക് ആ മലഞ്ചെരുവത്ത് ആ വീട് തന്നെ മതി. അത് പറ്റെ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാനയക്കണ്. ഇനിയിപ്പോൾ അതിൻ്റെ മരണം അവിടെ നിന്ന് തന്നെ നിൽക്കാറ്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇപ്പോൾ എന്താ, ഇവിടെ ഇപ്പോൾ അതിനുള്ള സൗകര്യം അത് കാരണം അവിടെ ശീലമായി. ഒരു അടുപ്പും ഒരു പുറത്തൊരു ബാത്റൂമും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിന്നോട്ടെ. ഇവിടെ ആകുമ്പോൾ ആൾക്ക് ബുദ്ധിമുട്ട്, അകത്തേക്കൊക്കെ പോകേണ്ടി വരും. ശരിക്കും ആ മകൻ്റെ ആ വാക്കുകളൊന്നും അവൾ വക വെച്ചില്ല. പാവം ഉമ്മ മക്കളെ കാത്തുക്കും. പേരക്കുട്ടികളെ ഒന്ന് കാണാൻ വേണ്ടി കൊതിയായി. അതെ, ആ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഏതായാലും പറ്റൂല, എന്നാലും മക്കൾ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചെന്നെങ്കിലെന്ന് ആ ഉമ്മ എപ്പോഴും വിചാരിക്കും. ഉമ്മക്കാണെങ്കിൽ അത്രയും വലിയ കുന്നും മലയൊന്നും കയറി അങ്ങോട്ട് പോകാനും കഴിയൂല. പാവം ഉമ്മ എപ്പോഴും വിചാരിക്കും. സുഖസുന്ദരമായ മകൻ്റെയും മരുമകളുടെയും ജീവിതം അടിപൊളിയായി കഴിഞ്ഞു പോവാണ്. ഉമ്മ മാത്രം, പാവപ്പെട്ട ഉമ്മ, ആ മലഞ്ചെരുവിലെ ആ ഒരു കൊച്ചുകുടിലിൽ ആ ഉമ്മ വിറക് പെറുക്കി ഒരു നാഴി അരിയിട്ട് അതിലേക്ക് എന്തെങ്കിലും ഒരു കൂട്ടാനും വെച്ച് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞു. മകൻ്റെ ആർഭാടമായ വീട് കാണാനോ അല്ലെങ്കിൽ ആ മക്കളുടെ കൂടെ നിൽക്കാനോ ഒന്നും ഉമ്മാക്ക് ഭാഗ്യം ലഭിച്ചില്ല എന്നർത്ഥം. എന്നാൽ ഒരു ദിവസം മകന് വളരെയധികം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആ വലിയ റോൾസ് റോയ്സ് കാറിൽ തിരക്കിട്ട് പോകുകയാണ് എങ്ങോട്ടോ അർജൻറ്റായി. എന്നാൽ ഒരു ലോറി എതിരെ വരികയായിരുന്നു. എതിരെ വന്ന് ആ കാറിനിടിച്ച് മകനെ വളരെയധികം ദാരുണമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ചികിത്സ കാര്യങ്ങൾ, കയ്യിനും കാലിനും ഒക്കെ കമ്പിയിടേണ്ട അവസ്ഥ, ഓപ്പറേഷൻ, അങ്ങനെ ശരിക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ആ മകനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ നടക്കാൻ കഴിയില്ല, തൻ്റെ ഭർത്താവിന് ജോലി ചെയ്യാൻ കഴിയില്ല, അതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഭാര്യ പ്രശ്നമാക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്നായി കയ്യും കാലൊക്കെ ഒന്ന് നന്നാകുക, മനുഷ്യന് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, ഈ ഒരു നിങ്ങളെയും കൊണ്ട്, നിങ്ങളെ കൂടെ ഞാൻ എങ്ങോട്ടുമില്ല, എനിക്ക് മടുത്തിക്കണ്
എന്നാൽ ഒരു ദിവസം അവൾ അവളുടെ പാടും നോക്കിപ്പോയി. പണവും പ്രതാപവും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവൾ അവനെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം പോലും ഉണ്ടാക്കിത്തരാൻ ആരുമില്ല. മക്കളുണ്ട്, മക്കൾക്കൊന്നും കഴിയൂലല്ലോ. എന്നാൽ ആ മകൻ അതാ കയ്യിൽ വടിയെല്ലാം കുത്തിക്കൊണ്ട് പതുക്കെ പതുക്കെ ഉമ്മയുടെ മലഞ്ചെരുവിലുള്ള ആ വീട്ടിലേക്ക് പതുക്കെ പോകുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒന്നിനും കഴിയുന്നില്ല. ആകെ എല്ലും തോലുമായി, ഭക്ഷണം പോലും ശരിക്കുമില്ലാത്ത അവസ്ഥ. അവൾ പോയി എല്ലാം ഉപേക്ഷിച്ച് കാറും വീടും മാത്രം ബാക്കിയുണ്ട്. അവസാനം ആ കാറും വിൽക്കേണ്ടി വന്നു. അത് വിറ്റിട്ട് അതിനുള്ള ക്യാഷ് കൊണ്ട് ഭക്ഷണമൊക്കെ കുറേയൊക്കെ വാങ്ങിക്കഴിക്കും. എന്ത് ചെയ്യാൻ, അതും തീർന്നു. അവസാനം അതാ തൻ്റെ ഉമ്മയെ തേടി അവൻ വരികയാണ്. ആ ഉമ്മ അന്ന് വിറക് പെറുക്കുന്ന സമയം, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിറക് പെറുക്കി കൊണ്ടുപോകുന്ന സമയം അതാ ഒരു മെലിഞ്ഞൊട്ടിയ ഒരാൾ വടിയും കുത്തിപ്പിടിച്ച് അതാ വരുന്ന രംഗമാണ് കാണുന്നത്. ശരിക്കും ആ ഉമ്മ ആരാണ് ഒരു സുഖമില്ലാത്തൊരു ആൾ ഇങ്ങനെ കുത്തിപ്പിടിച്ചൊക്കെ വരുന്നത്? ഇതുവഴി ആരും വരാറില്ലല്ലോ. പെട്ടെന്നാണ് അടുത്തടുത്തേക്ക് വന്നപ്പോൾ ആ മുഖം ആ ഉമ്മയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത്. അത് മറ്റാരുമായിരുന്നില്ല, അതെ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ. ഉമ്മ ഉമ്മ എന്നുള്ള ദയനീയമായ ആ ഒരു വിളിയും. ഉമ്മ ഓടിച്ചെന്ന് മകൻ്റെ അടുക്കൽ ഇരുന്ന്, മോനെ, എൻ്റെ പൊന്നു മോനെ, എന്തു പറ്റി ഉമ്മാൻ്റെ കുട്ടിക്ക്? ഉമ്മ എത്രയധികം നല്ല രീതിയിൽ പോറ്റി വളർത്തിയ എൻ്റെ മോനായിരുന്നു. അതെ, എൻ്റെ പൊന്നു മോൻ്റെ സുഖജീവിതമൊക്കെ എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? ഉമ്മ, ആക്സിഡൻറ്റ് സംഭവിച്ചു, അതോടുകൂടെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രക്കും അവൾ സൗകര്യത്തിൽ പോറ്റി വളർത്തിയ അവളെന്താ ആയത്? അവളെവിടെ മോനെ? അവൾ പോയി ഉമ്മ, മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവൾ പോയി. എന്നിട്ട് മക്കളെവിടെ? അവിടെയുണ്ട്, പട്ടിണിയാണ് ഉമ്മ. എല്ലാം വിറ്റുപെറുക്കി ഇനി വീട് വെക്കാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? വരി, പതുക്കെ പതുക്കെ ഉമ്മ ആ മകനെയും കൈ പിടിച്ചുകൊണ്ട് അതാ അവരുടെ ആ പഴയ കൊച്ചു കുടിലിലേക്ക് പോവുകയാണ്. ഉമ്മ അടുപ്പത്ത് വെച്ച ആ കഞ്ഞിയിൽ നിന്ന് അല്പം കോരി അതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കി മകന് കോരിക്കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഉമ്മാൻ്റെ കുട്ടി ഇത് കുടിച്ചാളി. ഉമ്മ, അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ, ഒരാൾ വെച്ച് തരാനില്ല ഉമ്മ, ഭക്ഷണം ഉണ്ടാക്കി തരാൻ ആരുമില്ല. അവളൊക്കെ പോയി ഉമ്മ, പണവും പ്രതാപവും നഷ്ടപ്പെട്ടപ്പോൾ അവളൊക്കെ എന്നെ ഉപേക്ഷിച്ച് പോയി. എൻ്റെ പൊന്നു മോനെ, ഉമ്മ ഉണ്ടല്ലോ എൻ്റെ കുട്ടിക്ക്, ഉമ്മ ഉണ്ട്. ആ മക്കളെ ഉമ്മ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ അപ്പോഴേക്കും ആ വീട് ജപ്തി ചെയ്യുന്ന വക്കിലേക്ക് എത്തിയിരുന്നു. കാരണം പലിശയും ഒക്കെ ആയി കടമെടുത്ത് ഒന്നും ചെയ്യാത്ത അവസ്ഥ. അതെല്ലാം നഷ്ടപ്പെട്ട് അവൻ്റെ 3 മക്കളെയും ആ കൊച്ചുകുടിയിലേക്ക് കൊണ്ടുവന്ന് ആ ഉമ്മാനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതാ ആ പൊന്നുമോനെ നോക്കുകയാണ്. ഇതാണ് മക്കളെ അവസ്ഥ. നമ്മൾ മാതാപിതാക്കളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പടച്ചവൻ തന്ന അനുഗ്രഹങ്ങളെല്ലാം ഒരു നിമിഷങ്ങൾ കൊണ്ട് അള്ളാഹു തിരിച്ചെടുക്കും. അതൊരിക്കലും നമുക്ക് എന്നും ഉണ്ടാവുന്നതാണ് അറിയില്ല. ഭാര്യയുമില്ല, ഒന്നുമില്ല, വലിയ വീടുമില്ല, കാറുമില്ല, എല്ലാം നഷ്ടപ്പെട്ട് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ. പിന്നീട് ആ ഉമ്മയാണ് ആ 3 മക്കളെയും മകനെയും നോക്കേണ്ടി വന്നത്. ഷാമിൽ ആ ഉസ്താദിൻ്റെ കഥകളെല്ലാം ഓർത്തു. പഠിച്ച റബ്ബേ, എന്തൊക്കെ വന്നാലും എൻ്റെ ഉപ്പയെ ഞാൻ മറക്കൂല. എൻ്റെ ഉമ്മ എനിക്ക് നോക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. എൻ്റെ ഉപ്പയെങ്കിലും എനിക്ക് നോക്കണം അല്ലാഹുവേ. ഷാമിൽ ഒരു നിമിഷം ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി. മോനെ, എന്തെൻ്റെ കുട്ടി ആലോചിക്കണത്? ഉപ്പയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉപ്പ, ഒന്നുമില്ലപ്പാ, ഉപ്പാക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരും കേട്ടോ. സിസ്റ്ററെ, ആ എൻ്റെ ഉപ്പയെ എങ്ങനെ വെച്ചാൽ നോക്കണം കേട്ടോ. ഞാൻ എൻ്റെ ഉപ്പയെ പോലെയാണ് നോക്കുന്നത്. എൻ്റെ പിതാവ്, എനിക്ക് പിതാവില്ലാത്തതാണ്. എൻ്റെ പിതാവിനെ എങ്ങനെ നോക്കുന്നത് അതിനനുസരിച്ച് ഞാൻ നോക്കുന്നുണ്ട്. ഉപ്പയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. ഒരു കാര്യത്തിലും ഒരു വിഷമവും നിങ്ങളാകണ്ട കേട്ടോ. ഉപ്പാക്ക് നേരത്തിനുള്ള ഭക്ഷണം കാര്യങ്ങളെല്ലാം കൊടുത്തതാ. ഇപ്പം ഒരുപാട് കൂട്ടുകാർ ഉപ്പാക്ക് വരും ഇവിടെ. ഈ പൂന്തോട്ടത്തിലും ഇതിലൊക്കെ അവരിങ്ങനെ ഉല്ലസിക്കട്ടെ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനൊരു സ്ഥാപനം. അതിനു വേണ്ടി എന്തും ചെയ്യും. ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്, വേദനിപ്പിക്കാൻ പാടില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ പിന്നീട് അവർക്ക് ആ ജോലി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉപ്പയെ ഞങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ശരിക്കും ഉപ്പയുടെ കൂടെ ആ മക്കളും
കളിക്കുന്നത് കണ്ടപ്പോൾ അത് വല്ലാത്ത സന്തോഷം തോന്നി ഷാമിലിന്. ഒരു നിമിഷം അവൻ വിചാരിച്ചു, റബ്ബേ എൻ്റെ മക്കള്, എൻ്റെ അനിയത്തിമാർ, റബ്ബേ എൻ്റെ വീട്ടിൽ ചെന്നാൽ എന്തൊക്കെ തന്നെ എളാമാൻ്റെ ക്രൂര പീഡനത്തിനൊക്കെ ഇരയാകേണ്ടി വരും. ശരിയാണ്, പെറ്റുമ്മ തന്നെയാണ്. പക്ഷേ പെറ്റുമ്മ തന്നെയാണ്. ചില ഉമ്മമാർക്ക് കസ്വത്തിൽ കൽബായിരിക്കും, മക്കളാണെന്നുള്ള ഒരു ബോധവും ഓർമ്മയും ഉണ്ടാവില്ല. അവരെ നല്ല രീതിയിൽ ഉപദ്രവിക്കും. അപ്പോഴാണ് ഷാമിൽ അത് ഓർത്തത്. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ഒരു കുട്ടിയെ ഉമ്മ രഹസ്യഭാഗത്ത് ചട്ടകം അടുപ്പിൽ വെച്ച് പൊള്ളിച്ച്, ഓഹ് എന്താലേ ആ കുട്ടിയെ ഉപദ്രവിച്ചത്. 5 വയസ്സുകാരി അറിയാതെ കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് അംഗനവാടിയിൽ കൊണ്ടു ചെന്നപ്പോഴാണ് ആ ഒരു ഇരിക്കാൻ പറ്റാത്ത കുട്ടി കരയുന്നത് കണ്ടത്. ടീച്ചർ ഇരിക്കാൻ പറയുമ്പോൾ കുട്ടി കരയുകയാണ് ചെയ്യുന്നത്. ടീച്ചർ ചോദിച്ചറിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ ആ പിഞ്ചു ബാലികയുടെ ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗത്താകെ ചട്ടകം കനലിൽ വെച്ച് പഴുപ്പിച്ച് പൊള്ളിച്ചതായിട്ടാണ് കാണുന്നത്. ഇരിക്കുവാനോ മൂത്രമൊഴിക്കുവാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പാവം ആ കുഞ്ഞ് കരയുകയായിരുന്നു വന്നപ്പോൾ മുതൽ. പക്ഷെ അറിയില്ലല്ലോ എന്ത് ചെയ്യാൻ. പിന്നീട് പോലീസിൽ പരാതി നൽകി ആ എളാമ്മയെ പിടിച്ചു കൊണ്ടുപോയി എന്നതാണ്. അതൊരു എളാമ്മ. എന്നാൽ പെറ്റുമ്മ ചെയ്ത കഥകളും അങ്ങനെയുണ്ട്. അത് ഉമ്മയും പെങ്ങന്മാരും കൂടി ഒരു 13 വയസ്സുകാരനെ, അതെ ആ കുട്ടിയെ അടുപ്പിൽ അതുപോലെ സെയിം മെത്തേഡ് തന്നെ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണതാവും. അടുപ്പിൽ ചട്ടകം വെച്ച് കണലിൽ വെച്ച് പഴുപ്പിച്ച് മുഖത്താകെ വെച്ചിരിക്കുകയാണ്. അതും പെങ്ങളാണത്ര സഹായിച്ചത്. മുഖം തലയണ കൊണ്ട് അമർത്തി പിടിക്കുവാനും അവന് എഴുന്നേറ്റ് പോകാതിരിക്കാനും മുഖത്തിൻ്റെ ചുണ്ടിലും 2 കവിളിലും മൂക്കിലും നെറ്റിയിലും ആകപ്പാടെ ചട്ടകം വെച്ച് പൊള്ളിച്ചു. എന്നാൽ പിറ്റേ ദിവസം പഴുത്ത് ഒലിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അവസാനം അവർ തന്നെ സഹികെട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ഡോക്ടറോട് പറഞ്ഞ എന്താണോ, പടക്കം പൊട്ടിച്ചതാണെന്ന്. പടക്കം പൊട്ടിച്ചപ്പോൾ മുഖത്തേക്ക് പൊട്ടിത്തെറിച്ചതാണെന്ന്. എന്തായാലും ഇതിനൊക്കെ കേസ് കൊടുത്തിരുന്നെങ്കിൽ എന്തായാലും ആ ഉമ്മയും പെങ്ങന്മാരും അവർ ജയിലിലാകും. കാരണം ഈ കുട്ടി ബുദ്ധിക്ക് കുറച്ച് ഒരു കുറവുള്ള കുട്ടിയാണ്. മുഴുവനായിട്ട് എല്ലാവരും പോലെ സാമർത്ഥ്യമുള്ള കുട്ടിയല്ല. അതുകൊണ്ട് തന്നെ പടച്ചോനെ കാത്ത് രക്ഷിക്കണേ. ഇങ്ങനെയുമുണ്ട് നമ്മുടെ ഈ ദുനിയാവിൽ നടക്കുന്നത്. ഇതൊക്കെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ, പോലീസുമാരോടൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അവർ പുറത്തിറങ്ങൂല. അങ്ങനത്തെ അവസ്ഥ. ഷാമിൽ അതെല്ലാം ഓർത്തു. അതെ, തൻ്റെ പ്രിയപ്പെട്ട മക്കൾ, അനിയത്തിമാർ, അവരെ റബ്ബേ എനിക്ക് വിശ്വാസമില്ല എൻ്റെ എളാമാൻ്റെ അടുത്ത് നിർത്താൻ. അവരിട്ടിട്ട് പോകും എങ്ങോട്ടെങ്കിലും. എനിക്കറിയാം റബ്ബേ, ഞാൻ എന്താ ചെയ്യുക. ഒരു നിമിഷം അവനോർത്തു, അത് മക്കളെ എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കുന്നവരെ എനിക്ക് സമാധാനമില്ല. എളാമയെ വിശ്വസിക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ എളാമ അന്നൊരുത്തൻ്റെ കൂടെ കാറിൽ വന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ എങ്ങനെ വരും ഒന്നും പറയാൻ പറ്റില്ല. മക്കളെ, ഈ പെൺകുട്ടികളെ അവിടെ വീട്ടിലിടാൻ എനിക്ക് സമാധാനമില്ല. എളാമയുടെ കൂടെ ആരെങ്കിലൊക്കെ വന്ന് കയറിക്കഴിഞ്ഞാൽ അതും വലിയ പ്രശ്നമായിത്തീരും. ഇപ്പോഴത്തെ പെൺകുട്ടികൾ റബ്ബേ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ട കാലമാണ്. ഇന്നലെയോ മിഞ്ഞാന്നോ കേട്ടല്ലോ, ഓഹ് എന്തായാലും 14കാരിയെ കുറ്റിക്കാട്ടിൽ കൈകൾ കെട്ടി കഴുത്ത് ഞെരിച്ച് കൊന്ന് ആദ്യം ബലാത്സംഗം ചെയ്ത് പുറത്ത് പറയുമെന്ന് പറഞ്ഞപ്പോഴാണത്രേ കൈകളും കാലുകളൊക്കെ കെട്ടി കഴുത്ത് ഞെരിച്ചതൊക്കെ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. കാരണം നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നവരാണ്. അവരുടെ സ്ഥിതിഗതികൾ എന്താ ഏതാ ഒന്നും ഞമ്മക്കറിയില്ല. നമ്മൾ കാണൂലൊന്നും. ഒക്കെ ഫോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പല രഹസ്യങ്ങളും നടക്കുന്നുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ഷാമിൽ ഓരോന്ന് ആലോചിച്ചു. തൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് ഒരു രക്ഷ നൽകണം. എങ്കിൽ മാത്രമേ അവന് സമാധാനമുള്ളൂ. ഉപ്പയുടെ കൂടെ സന്തോഷത്തോടു കൂടെ കളിച്ചു ചിരിക്കുന്ന ആ മക്കളെ കണ്ടപ്പോൾ ഒരു നിമിഷം അവൻക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി. റബ്ബേ, എൻ്റെ മക്കളൊരു പക്ഷേ ഇവിടെയായിരുന്നെങ്കിൽ എന്ന് വരെ. പക്ഷെ പറ്റില്ലല്ലോ, ഇവിടെ ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ഉള്ളതല്ലേ. ഷാമിലിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു. പെട്ടെന്നാണ് ഷാമിലിൻ്റെ ഫോണിലേക്ക് ഉമ്മുൽ ഖൈർ വിളിക്കുന്നത്. ഹലോ മോനെ. ആ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എവിടെ മോനെ? ഞാൻ ഇവിടെ നാട്ടിലാണ്. അല്ല മോനെ, വരുന്നില്ലേ? സത്യം പറഞ്ഞ മോനില്ലായിട്ടൊരു സമാധാനമല്ല കേട്ടോ ഇവിടെ. എൻ്റെ പൊന്നു മോൻ എനിക്ക് പോയ പോലെയാണ്. മോനെ വാ മോനെ, ഇത്ര ദിവസമായി. എങ്ങനെയുണ്ട് ഉപ്പാക്ക്?
ഉപ്പയൊരു ട്രീറ്റ്മെൻറ്റ് ഉള്ള സ്ഥലത്ത് ആക്കിയിട്ടുണ്ട്. മാഷാ അല്ലാ, മോനൊന്നും കൊണ്ട് വിഷമിക്കണ്ട, എന്നുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ ഞാൻ തരാട്ടോ. എത്രയെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, അതിൻ്റെ ബിൽ മുഴുവൻ ഞാൻ പേയ്മെൻറ്റ് ചെയ്തോളാം. അത് അതൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം ജോലിക്ക്. ഞാൻ ജോലി ചെയ്ത് ഒക്കെ ഉണ്ടായിക്കോളാം. മോനെ അതിനെന്താ, മോനൊരു കുഴപ്പമില്ല, വാ. അല്ല, മോനന്ന് പറഞ്ഞിരുന്നല്ലോ കൂട്ടുകാരന് കൂടെ ഉണ്ടെന്ന്, ജോലിക്ക് ഒരു ആൾ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ, ഇൻഷാ അല്ലാ, അവനെയും ജോലിക്ക് ഞാൻ കൊണ്ടുവരാം. എന്നാ മോനെ വൈകിക്കണ്ട, ഈ ആഴ്ച തന്നെ ഇങ്ങ് പോര് കേട്ടോ. ഇനിയിപ്പോൾ ഈ മാസം തന്നെ അങ്ങ് ജോയിൻ ചെയ്തേക്ക്, അതായിരിക്കും നല്ലത്. ഇൻഷാ അല്ലാ, അടുത്ത ആഴ്ച ഞാൻ വരുന്നുണ്ട് എന്നാൽ അങ്ങോട്ട്. മോനെ ഒന്നുകൂടെ വിഷമിക്കണ്ട, ധൈര്യമായി പോരുട്ടോ. ഓക്കെ, ഉമ്മ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ, ഇൻഷാ അല്ലാ. എന്നാൽ ആ ഒരു നിമിഷം അവൻ തൻ്റെ പെങ്ങന്മാരെ കുറിച്ചാണ് ഓർത്തത്. റബ്ബേ, എൻ്റെ പെങ്ങന്മാളെ നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. ഉപ്പയോട് യാത്ര പറയുകയാണ്. ഉപ്പ, എന്നാൽ ഞങ്ങൾ മോനെ പോകുകയാണോ? എന്നാൽ സിസ്റ്റർ പറഞ്ഞു കുറച്ചുകൂടി ഇവിടെ കളിച്ചോട്ടെ, അവർ നല്ല ഹാപ്പിയാണല്ലോ. പൂമ്പാറ്റകളെ പോലുള്ള ഈ ഒരു മക്കള്, അതെ, അവർ തികച്ചും ഹാപ്പി തന്നെയാണ്. മാഷാ അല്ലാ. പിന്നെ മോനൊന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഉപ്പയുടെ കാര്യം എല്ലാം എനിക്കാണ് ഉപ്പയുടെ ഡ്യൂട്ടി നോക്കേണ്ടത്. എനിക്ക് എല്ലാ കാര്യം എനിക്ക് നോക്കണം. ഞാൻ എല്ലാം ഉപ്പയുടേതനുസരിച്ച രീതിയിൽ ചെയ്തു കൊടുക്കും. പിന്നെ ഇവരെ വാഷ് ചെയ്യാനും കുളിപ്പിക്കാനൊക്കെ ഇവിടെ ജെൻസാണുള്ളത്. അവരും തന്നെ നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യും. പിന്നെ ബാക്കിയുള്ള ഫുഡ് കൊടുക്കലും ഈ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുവരലും അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട കഥകളും പാട്ടുകളും അതൊക്കെ എല്ലാം ഉണ്ട്. അവർക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. അതൊക്കെ സപ്പോർട്ട് ആണ് ഇവിടെ. എന്തായാലും അവരുടെ മനസ്സ് നന്നാക്കുക, അല്ലെങ്കിൽ മനസ്സ് ഹാപ്പി ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇൻഷാ അല്ലാ, ധൈര്യമായി പോയിക്കോളൂ ഗൾഫിലേക്ക്. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. സിസ്റ്ററുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഷാമിലിൻ്റെ മനസ്സ് നിറഞ്ഞു. ഉപ്പ, പ്രിയപ്പെട്ട ഉപ്പയോട് പറയുകയാണ്. ആ മോനെ. ഉപ്പ, എന്നാൽ ഞങ്ങൾ പോട്ടെ. എന്നാൽ ഇൻഷാ അല്ലാ 2 ദിവസം കഴിഞ്ഞാൽ പോകട്ടോ. ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ. മോനെ. ആ ഉപ്പ ഷാമിലിൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. ഷാമിലിൻ്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, മോനെ, എൻ്റെ മക്കള് മോനെ, എൻ്റെ പെങ്ങന്മാരെ എന്താ ചെയ്യുക, പെങ്ങന്മാരെ. ഉപ്പ, ഇൻഷാ അല്ലാ എന്തെങ്കിലുമൊക്കെ വഴി പഠിച്ചറബ് കാണിച്ചു തരും കേട്ടോ. ആ ഉപ്പയുടെ അരികിൽ നിന്ന് ആ പൊന്നുമക്കൾ വേർപെട്ട് പോരുന്നില്ലായിരുന്നു. മക്കളെ, എന്നാൽ പൊയ്ക്കൊളിക്കാക്കാൻ്റെ കൂടെ കേട്ടോ, നല്ല മക്കളല്ലേ. അപ്പോഴേക്കും സിസ്റ്റർ പറഞ്ഞു, വരൂ, ഉപ്പയുടെ റൂമൊക്കെ ഒന്ന് നമുക്ക് കാണാം. അങ്ങനെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് ഷാമിൽ തന്നെയാണ് ഉപ്പയുടെ വീൽ ചെയർ തള്ളിയത്. ഇത് കുറച്ച് ദൂരം അങ്ങോട്ട് ഒരു ഫുട്പാത്ത്, അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഉപ്പയുടെ റൂം. കണ്ടോ, ഗാർഡനിൻ്റെ നടുവിലായിട്ടാണ്. ശരിക്കും പ്രകൃതി ഭംഗിയൊക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഒരു ടെൻഷനേ ഉണ്ടാവില്ല. കണ്ടില്ലേ, മാഷാ അല്ലാ. ശരിക്കും വിസ്മയിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു പരിസരവും ആ ഒരു പ്രകൃതിയും എല്ലാം കണ്ടപ്പോൾ. ശരിക്കും അത് വളരെയധികം മനോഹരമായൊരു പ്ലേസ്. ഉപ്പയുടെ റൂം ശരിക്കും നല്ല രീതിയിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും അടങ്ങിയ ഒരു റിസോർട്ട് ലുക്ക് തന്നെയാണ്. എങ്ങനെയുണ്ട്? മാഷാ അല്ലാ, നല്ലതാണ്. ഓ ഉപ്പ, എൻ്റെ ഉപ്പ റബ്ബെ, ആ ഇരുട്ടറയിൽ നിന്ന് രക്ഷപ്പെട്ടതും വലിയ ഭാഗ്യം തന്നെ. ഷാമിൽ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ എത്ര സുഖമാണ് ഉപ്പ, ഞാനും ഇവിടെ നിന്നോട്ടെ. പൊന്നു മോനെ നിൽക്ക് കേട്ടോ. എൻ്റെ കുട്ടി, നമ്മളെ കുട്ടികളെ കാര്യത്തിലാണ് കേട്ടോ മോനെ. നമുക്ക് ഉപ്പ സാരല്ല. എന്താ എളാമയോട് എന്താ പറയേണ്ടത്? എളാമയോട് എന്താ പറയാൻ? എളാമ ഏത് സമയവും എൻ്റെ അടുത്തേക്ക് വരൂലല്ലോ, എന്നൊന്നും പരിചരിക്കൂല. ഏത് സമയവും ഫോണിൽ തന്നെ ആയിരിക്കും. ഈ ഫോൺ വിളി വരും, അങ്ങോട്ട് മുകളിലേക്ക് കയറിപ്പോകും. അതൊക്കെ തന്നെ. എന്താ ചെയ്യുക, സാരല്ല. എൻ്റെ കുട്ടികളുടെ കാര്യത്തിലുള്ള എനിക്ക് വിഷമം. ഓളെന്താ ആയിക്കോട്ടെ, അല്ലെങ്കിലും എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല എൻ്റെ മോനെ. ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അത് പറഞ്ഞപ്പോൾ. ഒരു നിമിഷം ഷാമിൽ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. എന്നാൽ സിസ്റ്റർ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. മക്കളെ പോവുകയാണോ? അതെ. ആ മക്കൾ ഉപ്പയോട് സലാം പറഞ്ഞ് ഉപ്പാക്ക് ചുംബനം നൽകി തിരിച്ചു പോരുമ്പോൾ ഷാമിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഷാമിൽ ഉപ്പയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബിച്ചിട്ട് പറഞ്ഞു, ഉപ്പ,
എൻ്റെ ഉപ്പ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും എൻ്റെ ഉപ്പ എണീറ്റ് നടക്കണം കേട്ടോ, ഇൻഷാ അല്ലാ. മോനെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. അപ്പോഴേക്കും സിസ്റ്റർ പറഞ്ഞു ആ കാര്യത്തിലൊന്നും ഒരു വിഷമമില്ല, അതൊക്കെ എല്ലാം ക്ലിയർ ആവും, അതെല്ലാം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അതൊന്നും നോ പ്രോബ്ലം, അതെല്ലാം ഒക്കെ റെഡിയാവും ഇൻഷാ അല്ലാ. നമ്മൾ പരിശ്രമിക്കുക, പരിശ്രമിച്ചാൽ എന്തും നേടിയെടുക്കാമല്ലോ. ആദ്യം ഉപ്പ കിടന്ന് കിടപ്പിലായിരുന്നു, ഇപ്പോൾ കണ്ടോ വീൽ ചെയറിൽ നട്ടെല്ലൊക്കെ കുറച്ച് റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷേ സ്ട്രോക്ക് വന്നത് ഇവിടെയാണെങ്കിലും കിടന്ന കിടപ്പ് തന്നെ ആയിട്ട് ഉപ്പാക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഇപ്പോൾ ഒക്കെ കുറേയൊക്കെ റെഡി ആയിട്ടുണ്ട് മാഷാ അല്ലാ. എന്തായാലും ഇൻഷാ അല്ലാ ഷാമിൽ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഉപ്പയുടെ കാര്യം കുറേയൊക്കെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ പൊന്നു മോനെ പോവാണോ? ഏതായാലും ഇൻഷാ അല്ലാ കാണാം. ശരിക്കും ആ സിസ്റ്ററുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഷാമിലിൻ്റെ മനസ്സിൽ എന്തൊക്കെയോന്ന് തോന്നിപ്പോയി. റബ്ബേ, എൻ്റെ ഒരു ഉമ്മ പരിചരിക്കുന്ന പോലെയാണ് ഉപ്പയെ ആ സിസ്റ്റർ പരിചരിക്കുന്നത്. അള്ളാഹുവേ എന്ന് നിലനിർത്തി കൊടുക്കല്ലാ. സലാം പറഞ്ഞുകൊണ്ട് ഷാമിൽ നിറമിഴികളോടെ അവിടെ നിന്നിറങ്ങി തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനിയത്തിമാരെയും കൈപിടിച്ചുകൊണ്ട്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.